നമസ്കാരം. ഞാൻ രതി ബാലൻ. എൻ്റെ യാത്രാനുഭവങ്ങൾ പറയുവാൻ മാത്രം ഒരുപാട് യാത്രയൊന്നും ഞാൻ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഭിന്നശേഷിക്കാരിയായ എനിക്ക് യാത്രകൾ ചെയ്യാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ യാത്രകൾ ചെയ്തിരുന്നു. അവയൊക്കെ ഇപ്പോഴും ഓർമ്മകളിലുണ്ട്. അന്നത്തെ എൻ്റെ യാത്രകൾ കൂടുതൽ അമ്പലങ്ങളിലേക്ക് ആയിരുന്നു. ഉത്സവങ്ങളും പൂരങ്ങളും ഇപ്പോഴും നിറമുള്ള ഓർമ്മകൾ. വള വാങ്ങിയതും ബലൂൺ വാങ്ങിയതും പൊരി വാങ്ങിയതും. ഒരു ദിവസം പൂരത്തിന് പോയപ്പോൾ ആനയെ തൊടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ പൊക്കി തൊടിപ്പിച്ചു. അതൊക്കെ നല്ല ഓർമ്മകളാണ്. അന്നൊക്കെ കുട്ടിയാവുമ്പോൾ എടുത്തു കൊണ്ടുപോവാൻ പറ്റുമല്ലോ. ഉത്സവപ്പറമ്പുകളിലെ ബലൂണുകളും നിറമുള്ള വളകളും കപ്പലണ്ടി മിഠായിയും അതൊക്കെ വലിയ അനുഭവങ്ങൾ ആയിരുന്നു. ആ കുട്ടിക്കാലം പിന്നെയുള്ള യാത്രകളൊക്കെ ആസ്പത്രിയിലേക്ക് ആയിരുന്നു. ദൂരെയുള്ള ആസ്പത്രികളിൽ കുട്ടിയായിരിക്കുമ്പോൾ ആസ്പത്രിയിലേക്കായാലും നമുക്ക് അതൊക്കെ യാത്രയാണല്ലോ. വണ്ടിയിലും കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ബന്ധുവീടുകളിലും യാത്രകൾ. അതൊക്കെ അന്നത്തെ വലിയ സന്തോഷമായിരുന്നു. പിന്നെ യാത്രകൾ ഒന്നും ഇല്ലാതെയായി. നമ്മൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നമ്മൾ സ്വയം യാത്രയൊക്കെ ഒഴിവാക്കും. യാത്ര പോവാനും കൊണ്ടുപോവാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിലെ 4 ചുവരുകളിനുള്ളിലായിരുന്നു എൻ്റെ യാത്രകൾ. യാത്രകൾ നൽകുന്ന സന്തോഷം എത്രയെന്ന് എനിക്കറിയാം. ഇന്നത്തെ കാലത്ത് ഭിന്നശേഷിക്കാർ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. സ്വയമായാലും സംഘടനകൾ വഴിയും ഒക്കെ യാത്രകൾ നടത്തുന്നവർ. യാത്രയിലൂടെ അവർക്ക് ലോകം കാണാം, പുതിയ കാഴ്ചകൾ, അനുഭവങ്ങൾ. എന്നെപ്പോലെ ഇതൊന്നും പറ്റാത്തവർ ഒത്തിരി പേരുണ്ട്. പിന്നെ കുറച്ച് നാൾ എൻ്റെ അനുജത്തിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ കാറിൽ എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അങ്ങോട്ടും പോകും. അതൊക്കെ സന്തോഷമായിരുന്നു. എങ്കിലും എൻ്റെ ചെറിയ യാത്രാനുഭവങ്ങൾ, ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ട്. താങ്ക് യു.